ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിധി ദിനത്തിൽ ഇന്നും തീരുമാനമായില്ല. കേസ് ഈ മാസം 25-ന് വീണ്ടും പരിഗണിക്കും. ശ്യാം ദേവരാജും ആർ റോഷിപാലുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്യാം, ഇന്നെങ്കിലും ഈ നടപടികൾ പൂർത്തിയാക്കി വിധി പ്രസ്താവത്തിന് തീയതിയെങ്കിലും തീരുമാനിക്കുമെന്ന് കരുതിയതാണ്. പക്ഷെ ഇന്നും അതുണ്ടായിട്ടില്ല. കഴിഞ്ഞ ഒരു വർഷമായി ഈ നടപടികൾ ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ഇന്നും ഒരു തീരുമാനമില്ല എന്നതാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? ഇന്നത്തെ കോടതി നടപടികൾ എങ്ങനെയായിരുന്നു? വിനിത വേണു, ഈ ചോദ്യങ്ങൾ, അതായത് വിചാരണ നടപടികൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തോടെ പൂർത്തിയായിരുന്നു. അതിനുശേഷം അതിൽ വ്യക്തത വരുത്തുക, ചില കോടതിയുടെ സംശയങ്ങളിൽ വ്യക്തത വരുത്തുക എന്ന നടപടിക്രമമാണ് കഴിഞ്ഞ 8 മാസത്തോളമായി നടന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇതിന്റെ വിചാരണ നടപടികൾ, കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നടപടികൾ പുരോഗമിക്കുന്നത്. അത് അതിന്റെ അന്തിമഘട്ടത്തിലുമാണ്. ഇതിൽ ഓരോ ഘട്ടത്തിലും കോടതിയുടെ സംശയങ്ങൾ തീർക്കുക, അതായത് കഴിഞ്ഞ 8 വർഷമായി നീണ്ട വിചാരണ നടപടിക്രമങ്ങളിൽ കോടതിക്കുണ്ടായ സംശയങ്ങൾ തീർക്കുക എന്നതാണ് കഴിഞ്ഞ 8 മാസമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നത്തോടുകൂടി പൂർത്തിയാകും. എല്ലാ കാര്യങ്ങളും എഴുതി നൽകാനുള്ള കാര്യങ്ങളെല്ലാം എഴുതി നൽകണമെന്ന് കോടതി കഴിഞ്ഞ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതോടുകൂടി ഇന്ന് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുകയും വിധി പറയാൻ വേണ്ടി കൊച്ചിയിലെ നടിയെ ആക്രമിച്ച കേസ് വിധി പറയാൻ വേണ്ടി മാറ്റപ്പെടും എന്നുമാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ നടപടിക്രമം അത് ഇന്നും ഉണ്ടായില്ല. കോടതിയുടെ സംശയങ്ങൾ തീരുന്നില്ല. കോടതിയുടെ സംശയങ്ങൾ ഇനിയും തുടരും. മാത്രമല്ല, അഭിഭാഷകർ, പ്രോസിക്യൂഷനും ഒപ്പം പ്രതിഭാഗ അഭിഭാഷകരും ഇനിയും ഈ ചില കാര്യങ്ങൾ കൂടി വ്യക്തത നൽകേണ്ടിയും വരും. ഇനി ഇത് ഈ ഹർജി പരിഗണിക്കുക 25-ാം തീയതിയായിരിക്കും. ഇന്ന് എഴുതി നൽകിയ കാര്യങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും 25-ന് കോടതി ഇക്കാര്യത്തിൽ വിധി പറയാൻ വേണ്ടി മാറ്റണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. നമുക്ക് തന്നെ അറിയാം, 2017 ഫെബ്രുവരി മാസം 17-നാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗത്തിന് ഇരയായത്. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. പൾസർ സുനിയാണ് കേസിലെ 1-ാം പ്രതി. കേസിൽ ഇതുവരെ 9 പ്രതികളുണ്ട്. ഒരാളെ മാപ്പുസാക്ഷിയാക്കി, മറ്റുപേരെ 2 പേരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ബലാത്സംഗത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപാണ് ഈ കേസിലെ 8-ാം പ്രതി. നടൻ ദിലീപ് കൂടി ഉൾപ്പെട്ട കേസാണിത്. ദിലീപിനെതിരെ ബലാത്സംഗത്തിന്റെ ഗൂഢാലോചന കേസ് ചുമത്തിയ രാജ്യത്തെ തന്നെ ആദ്യത്തെ കേസാണിത്. ഇപ്പോൾ ആർ റോഷിപാൽ കൂടി ചേരുകയാണ്. റോഷിപാൽ, ഇന്നും ഇപ്പോൾ നിരാശയാണ്. കോടതിയിൽ നിന്നൊരു തീരുമാനം ഉണ്ടാകുന്നില്ല. ഹർജി വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ് 25-ലേക്ക്. കേസ് ഈ മാസം 25-നാണ് വീണ്ടും പരിഗണിക്കാൻ പോകുന്നത്. വിധി ദിനത്തിൽ ഇന്നും തീരുമാനമായിട്ടില്ല. എന്താണ് നമ്മൾ വിലയിരുത്തേണ്ടത്? വിനിത, ഏതാണ്ട് 8 വർഷത്തിലേറെയായി കൊച്ചിയിലെ നടിയാക്രമിക്കപ്പെട്ട കേസിന്റെ നടപടിക്രമങ്ങൾ തുടരുകയാണ്. ഇത് വർഷങ്ങൾ ഇങ്ങനെ നീളുന്നു. ഈ പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല. അതിൽ ആദ്യഘട്ടത്തിലെ അന്വേഷണം നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം വരെ ഈ കേസിലെ 8-ാം പ്രതിയായ ഗൂഢാലോചനയുടെ പ്രധാനിയായ നടൻ ദിലീപിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് കൃത്യമായി തെളിയിക്കുന്ന രീതിയിൽ 2021-ൽ സംവിധായകൻ ബാലേന്ദ്രകുമാർ റിപ്പോർട്ടിലൂടെ നടത്തിയ ആ വെളിപ്പെടുത്തൽ, അതാണ് കേസിൽ വഴിത്തിരിവായത്. അങ്ങനെ നടത്തിയ തുടരന്വേഷണത്തിൽ ഏറ്റവും സുപ്രധാനമായ തെളിവുകൾ വന്നു. അങ്ങനെ പിന്നീട് വീണ്ടും വിചാരണ നടപടികൾ വന്നു. അങ്ങനെ വിചാരണ നടപടികൾ പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിട്ടും അത് വിധി പറയാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം. ഏതായാലും വീണ്ടും അതിൽ വ്യക്തത വരുത്താനുള്ള ഒരു നീക്കം അതിൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതേസമയം പ്രോസിക്യൂഷന്റെ ഭാഗത്ത് കൂടുതൽ തെളിവുകൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നു. വീണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ ഇന്ന് എത്തിക്കുന്നു. ഏതായാലും 25-ന് ഈ കേസിൽ നിർണായക ദിനമാകും. ഒരുപക്ഷെ 25-ന് വിധി പറയുന്ന ദിവസം പറയാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും വൈകിയ ഒരു കേസ് ഉണ്ടാകില്ല. ഒരുപക്ഷെ ഇന്ത്യയിലെ നിയമത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ബലാത്സംഗ കൊട്ടേഷൻ കൂടിയാണ് ഈ കൊച്ചിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം. ആ കേസിലെ ഏറ്റവും പ്രധാനികൾ, അത് പൾസർ സുനി, അതിൽ ഏറ്റവും പ്രധാനിയായി ഗൂഢാലോചനക്കാരനായി അന്വേഷണ സംഘം കണ്ടെത്തിയത് നടൻ ദിലീപ്. അതിൽ ഒപ്പം തന്നെ സാക്ഷികളെ ഒന്നടങ്കം 21 സാക്ഷികളാണ് ഈ കേസിന്റെ വിചാരണ കാലഘട്ടത്തിനിടയിൽ അവർ മൊഴിമാറ്റിയതെന്ന് പറയപ്പെടുന്നത്. ആ മൊഴിമാറ്റിയ സാക്ഷികളിൽ ഏറ്റവും പ്രധാനിയായ സാഗർ വിൻസെന്റ് പിന്നീട് തിരിച്ച് യഥാർത്ഥ മൊഴിയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. അവരെയൊക്കെ സ്വാധീനിച്ചതിന്റെ തെളിവുകൾ റിപ്പോർട്ടർ തന്നെയാണ് പുറത്തുവിട്ടത്. അങ്ങനെ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളടക്കം അത് നിയമവിരുദ്ധമായി പരിശോധിച്ചു എന്നടക്കം ഏറ്റവും തരത്തിൽ കേരളത്തിൽ ചർച്ചയായ ഒരു കേസ് കൂടിയാണ് നടി ആക്രമിക്കപ്പെട്ടത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും നീതി ലഭിക്കാതെ ഇതിലെ പെൺകുട്ടി വീണ്ടും കോടതി മുന്നിലേക്ക് യാചിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സുപ്രീം കോടതി പല തവണ ഈ കേസിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഹൈക്കോടതിയിൽ പോലും നീതി തേടി സമീപിക്കേണ്ട ഒരു സാഹചര്യം ഇതിൽ അതിജീവിതക്കുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ ഇപ്പോഴെങ്കിലും
ഇതിൽ വിധി പ്രസ്താവം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഇതിൽ അതിജീവിതയുടെ കുടുംബവും കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വീണ്ടും വൈകുകയാണ് വിനീത. ഇനി 25-ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ വിധി പ്രസ്താവിക്കുന്ന തീയതി പറയുമെന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷ തന്നെയാണ് ബാക്കിയാകുന്നതും. ഏതായാലും ഇന്നിപ്പോൾ ഇതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. നടിയെ ആക്രമിച്ച കേസിൽ വിധി പ്രസ്താവം എന്ന കാര്യത്തിൽ ഇന്നും തീരുമാനമായിട്ടില്ല എന്നതാണ് ശ്യാം ദേവരാജ്, ആർ റോഷിപാലും റിപ്പോർട്ട് ചെയ്യുന്നത്. കേസ് ഈ മാസം 25-ന് വീണ്ടും പരിഗണിക്കാൻ പോവുകയാണ്.